തൃശൂർ വിയൂർ ജയിലിലേക്ക് എത്തിക്കുന്നതിനിടെ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകന് വേണ്ടിയുള്ള തിരച്ചിൽ വ്യാപകമായിരിക്കുന്നു. പരിശോധനയ്ക്ക് ഡോഗ് സ്ക്വാഡ് എത്തിയിട്ടുണ്ട്. വിയൂർ ജയിൽ പരിസരത്താണ് ഡോഗ് സ്ക്വാഡിനെ ഉപയോഗിച്ചുള്ള തിരച്ചിൽ ഇപ്പോൾ നടക്കുന്നത്. ഡോഗ് സ്ക്വാഡിലെ ജിപ്സി എന്ന നായയെ ഉപയോഗിച്ചാണ് തിരച്ചിൽ നടക്കുന്നത്. തിരച്ചിലിനിടെ നായ സമീപത്തെ പെട്രോൾ പമ്പ് വരെ സഞ്ചരിച്ചിട്ടുണ്ട്. പോലീസ് ഈ ബാലമുരുകൻ എങ്ങോട്ടേക്കാണ് പോയിട്ടുണ്ടാവുക എന്ന കാര്യത്തിൽ അത് തീർച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശോധനകളും അന്വേഷണവുമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിൽ നമുക്ക് പോകാം. റാഫി കരീം ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. റാഫി, ഇപ്പോൾ വിയൂർ ജയിൽ പരിസരത്ത് ഡോഗ് സ്ക്വാഡിനെ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടക്കുകയാണല്ലോ, എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ജി കെ, ബാലമുരുകനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തെരച്ചിലിനാണ് ഇപ്പോൾ ഡോഗ് സ്ക്വാഡിനെ ഉപയോഗിച്ചിരിക്കുന്നത്. ബാലമുരുകന്റെ 2 ചെരുപ്പുകൾ ഈ വിയൂർ ജയിലിന്റെ പരിസരത്ത് നിന്ന് ഈ പോലീസ് സംഘത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. ഈ ചെരുപ്പുകളിൽ നിന്ന് മണം പിടിച്ചാണ് നായ ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. ഈ ബാലമുരുകൻ ചാടിക്കടന്നു എന്ന് പറയുന്ന മതിൽക്കെട്ടിനോട് ചേർന്ന് തന്നെ ഈ മണം പിടിച്ച് ഈ ജിപ്സി എന്ന നായ എത്തി. തുടർന്ന് ഈ മതിൽക്കെട്ടിനകത്തേക്ക് പ്രവേശിച്ചതിന് ശേഷം ഈ ജയിൽ പരിസരത്തിലൂടെ നായ മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയതിനു ശേഷം ഈ മതിൽക്കെട്ട് പിന്നീട് എത്തുന്നത് ഒരു പെട്രോൾ പമ്പിന്റെ സമീപത്താണ്. ഈ പെട്രോൾ പമ്പിന്റെ സമീപത്തേക്കാണ് പിന്നീട് നായ സഞ്ചരിച്ചത്. അതിനുശേഷം ഈ പെട്രോൾ പമ്പിലെത്തി നിന്നു നായ. ഈ നായ ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് ഇത്തരത്തിലായിരിക്കും ഈ ബാലമുരുകൻ രക്ഷപ്പെട്ടിരിക്കുക എന്നുള്ള ഒരു വിവരം പോലീസിന് ലഭിച്ചത്. അതായത് തമിഴ്നാട് പോലീസ് സംഘം പറഞ്ഞതുപോലെ തന്നെ ഈ ജയിലിന് 50 മീറ്റർ മാത്രം മാറിയുള്ള ഒരു മതിൽക്കെട്ടിനോട് ചേർന്ന് ഈ വാഹനം നിർത്തുന്നു. ഈ വാഹനം നിർത്തിയതിനിടയിൽ തമിഴ്നാട് പോലീസിനെ വെട്ടിച്ച് ഈ ബാലമുരുകൻ ഈ ജയിൽ കെട്ടിനകത്തേക്കുള്ള മതിൽ ചാടി കടക്കുന്നു. തുടർന്ന് ഈ പരിസരത്തൂടെ മുന്നോട്ട് പോകുന്നു. ശേഷം ബാലമുരുകനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് തമിഴ്നാട് പോലീസ് നൽകിയ വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ജിപ്സി എന്ന നായയെ ഉപയോഗിച്ചുള്ള പരിശോധന പോലീസ് സംഘം നടത്തിയത്. ഈ പരിശോധനയ്ക്കിടയിലാണ് ബാലമുരുകന്റെ 2 ചെരുപ്പുകൾ ഈ പോലീസ് സംഘത്തിന് ലഭിക്കുന്നതും ഈ ചെരുപ്പുകളിൽ നിന്ന് മണം പിടിച്ചതിന് ശേഷം ഈ ജിപ്സി എന്ന നായ ഈ മതിൽക്കെട്ടിനകത്തേക്ക്, അതായത് വിയൂർ സെൻട്രൽ ജയിലിന്റെ മതിൽക്കെട്ടിനകത്തേക്ക് തന്നെ കടക്കുകയും ഈ ബാലമുരുകൻ സഞ്ചരിച്ചു എന്ന് കരുതുന്നത് പോലെ മതിൽക്കെട്ടിനകത്തുള്ള കാട്ടിലൂടെ സഞ്ചരിച്ച് വീടുകളുടെ പുറകുവശത്തു കൂടി സഞ്ചരിച്ചാണ് ഈ സമീപത്തുള്ള പെട്രോൾ പമ്പിലേക്ക് എത്തിയത്. ഈ പെട്രോൾ പമ്പിലെത്തിയാണ് ജിപ്സി എന്ന നായ നിന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ പെട്രോൾ പമ്പ് കേന്ദ്രീകരിച്ചുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് സംഘം ശേഖരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പ്രദേശത്ത് നിന്നുള്ള മറ്റു ദൃശ്യങ്ങൾ കൂടി ശേഖരിക്കുന്നുണ്ട്. ഈ റോഡ് എന്ന് പറയുന്നത് ഈ ഷൊർണൂർ ഭാഗത്തേക്കുള്ള ഒരു റോഡാണ്. ഒപ്പം തന്നെ തൃശൂർ നഗരത്തെയും ബന്ധിപ്പിക്കുന്ന ഈ റോഡിലൂടെ നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്നു. ഏതായാലും ഇപ്പോഴും പരിശോധനകൾ നടക്കുന്നു. ഡോഗ് സ്ക്വാഡിലെ ജിപ്സി എന്ന നായ ഉപയോഗിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. തെരച്ചിലിനിടെ നായ സമീപത്തെ പെട്രോൾ പമ്പ് വരെ സഞ്ചരിച്ചിട്ടുണ്ട്. പോലീസ് ബാലമുരുകനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. റാഫി കരീമാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.